ദ വേ ടു സക്സസ് 0 to 100% എന്ന് പറയുന്നത് ഈ പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡിന്റെ സോൾ എന്ന് പറയുന്നത് സോൾ സ്റ്റോറീസിന്റെ സംവിധായകനായിട്ടുള്ള സൺലൈറ്റിന്റെ പോഡ്കാസ്റ്റ് സ്വാഗതം. നമസ്കാരം. വീണ്ടും നമുക്ക് കഥകളിൽ തന്നെ നിൽക്കാം. ഈ വെബ് സീരീസ് എന്ന് പറയുമ്പോൾ ശരിക്കും അത് നമ്മുടെ കുടുംബത്തിനകത്ത് ഇരുന്ന് കാണുന്ന കാര്യമാണ് വെബ് സീരീസ് എന്ന് പറയുന്നത്. നമ്മള് സിനിമ ആണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ നമുക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോയി കാണാം. നമ്മള് വീട്ടിലിരുന്ന് നമ്മൾ വെബ് സീരീസ് കാണുമ്പോൾ നമ്മൾ കുടുംബമായിട്ട് ഇരുന്ന് കാണുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഉള്ളപ്പം അവിടെ ഒരു കുടുംബത്തിനകത്ത് എങ്ങനെയാണ് ഒരു ലെസ്ബിയൻ സ്റ്റോറി അല്ലെങ്കിൽ ബ്രായെ കുറിച്ച് പറയുന്ന സ്റ്റോറി, ഇതൊക്കെ എങ്ങനെയാണ് ഇത് കുടുംബ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്നത് തോന്നുന്നു? കുടുംബ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ എന്തായാലും അത് കറക്റ്റാണ്, അക്സെപ്റ്റ് ചെയ്തു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. കുടുംബം നമ്മൾ അത് സമൂഹത്തിന്റെ മാറ്റത്തിന്റെ ഭാഗമാണ്. അത് ഉറപ്പായിട്ടും മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇത് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ കാണുന്നത്. അല്ലെങ്കിൽ അവർ ഓഫ് ചെയ്യൂലേ? അവർക്ക് റിമോട്ട് ഇല്ലേ? അത് ഉപയോഗിച്ചുകൂടെ? എന്തുകൊണ്ടാണ് അവർ ആദ്യത്തെ സ്റ്റോറി കഴിഞ്ഞിട്ട് 5 സ്റ്റോറികൾ ഒരുപോലെ ഇരുന്ന് കണ്ടത്? അപ്പോൾ ഉറപ്പായിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിന് ഈ ചോദ്യത്തിന് പ്രസക്തി ഞാൻ പറയാം. അത് ഈ നമ്മുടെ OTT പ്ലാറ്റ്ഫോം ഫാമിലിക്ക് വേണ്ടി തന്നെയുള്ളതാണ്. ആ സ്റ്റോറീസിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു ലെസ്ബിയൻ ലവ് സ്റ്റോറി വന്നാണ് ഈ ചോദ്യത്തിൻ്റെ കാരണം. അത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിനെ എത്ര നാളായി നമ്മളുടെ സഹോദരന്മാരാണ് അല്ലെങ്കിൽ സഹോദരികളാണ് അവരെന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ട് എത്ര കാലമായി? വിരലെണ്ണാവുന്ന കാലമേ ആയിട്ടും. അതിനു മുമ്പ് നികൃഷ്ടരായിട്ടാണ് അവരെ കണ്ടിരുന്നത്, ഇല്ലേ? ഒരുതരം സമൂഹത്തിലെ ഒരു ഒരു ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റി നിർത്തിയിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ലെസ്ബിയന് ഒരു 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 ലെസ്ബിയൻസ് അത് ഒരു ശരീരത്തുണ്ടാകുന്ന ഒരു മാറ്റമാണ്, ഒരു ഹോർമോൺ ചേഞ്ചാണ്, മനസ്സിൽ ഉണ്ടാകുന്ന ഒരു താളപ്പിഴകളാണ്. അതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? എന്തിന് ചർച്ച ചെയ്യപ്പെടാതിരിക്കണം? അത് ഫാമിലി തന്നെ ചർച്ച ചെയ്യുന്നതല്ലേ നല്ലത്? അപ്പോഴല്ലേ നമ്മൾ സമൂഹത്തിൽ അത് പ്രതിഫലിക്കുകയുള്ളൂ. ഉറപ്പായിട്ടും ഞാനത് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ഫാമിലിയിൽ അത് സ്ക്രീൻ ചെയ്യുന്നതല്ലേ നമ്മളെല്ലാ ഫാമിലി. നമ്മൾ ഇത് എന്തുകൊണ്ടാണ് അപ്പം അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് കുടുംബ പ്രേക്ഷകർ ഈ പ്രൊജക്റ്റ് സക്സസ് ആണ് എന്ന് പറയാൻ കാരണം. കുടുംബം അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് നല്ല മാറ്റമാണ്, അല്ലാതെ മാറ്റി നിർത്തേണ്ട കാര്യങ്ങളല്ല. ചിലതെല്ലാം കണ്ടില്ല, നമുക്ക് അത് കാണാൻ അത് മറച്ചു വയ്ക്കാവുന്നതാണ്. ആ കാലം പോയി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അത് ഈ സ്റ്റോറീസ് കുടുംബത്തെ ചർച്ച ചെയ്യുന്നത്. നല്ല ലക്ഷണമാണ്. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണെന്നുള്ള കാര്യം അങ്ങനെ അംഗീകരിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ കുടുംബ പ്രേക്ഷകരുത്? ഉറപ്പായിട്ടും പുതിയ തലമുറ. ഇപ്പൊ നമ്മൾ നേരത്തെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞു. എനിക്കറിയാം, എൻ്റെ മകള് അവള് റിങ്കിൾസ് ഇല്ലാത്ത ഡ്രസ്സ് ഇപ്പം ഒരു ഷോപ്പിങ്ങിന് പോകുമ്പം റിങ്കിൾസ് ഇല്ലാത്തതുണ്ടോ അതാണ് അന്വേഷിക്കുക. അവൾക്ക് നിൽക്കാൻ അവൾക്ക് അയൺ ചെയ്യാൻ താല്പര്യമില്ല. അത് തലമുറയുടെ വ്യത്യാസമാണ്. അന്ന് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഉടനെ പറയാണ്, അവള് ശരിയല്ല, അവള് കണ്ടില്ലേ ചുളുക്കമില്ലാത്തതാണ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പഴഞ്ചനായി. അത് അവളുടെ ആ തലമുറയുടെ ആവശ്യമാണ്. അവർക്ക് അയൺ ചെയ്യാൻ ഉള്ള സമയം കളയാനില്ല, അല്ലെ ആറ്റിറ്റ്യൂഡ് ഇല്ല, അല്ലെങ്കിൽ ചുളുങ്ങിയിടാൻ അവർ തൽപരരാണ് എന്ന് വെച്ചിട്ട് അവർ മോശക്കാരാണ് എന്ന് പറഞ്ഞ പോലെയാണ് സമൂഹത്തിന്റെ മനസ്സിൽ വരുന്ന ചേഞ്ചുകൾ, നമ്മുടെയൊക്കെ മനസ്സുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ, രാസമാറ്റങ്ങൾ. അത് ചർച്ച ചെയ്യപ്പെടണം. അതിന് നമ്മുടേതായ ഒരു ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ഉണ്ടാവണം. അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാവാൻ അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്. മറ്റൊരു ഇന്റർവ്യൂ കണ്ട സമയത്ത് സർ പറയുന്നുണ്ടായിരുന്നു, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, ലെസ്ബിയൻ സ്റ്റോറിയുടെ കാര്യങ്ങൾ പറഞ്ഞു, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല
ആണുങ്ങൾക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആണുങ്ങളുടെ പ്രശ്നങ്ങളെ കൂടെ അഡ്രസ് ചെയ്യുന്ന സോൾ സ്റ്റോറീസ്, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, സോൾ സ്റ്റോറീസ് നമുക്ക് പ്രതീക്ഷിക്കാം. ശരിക്കും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ലെസ്ബിയൻ ലവിനെ കുറിച്ച്, ലെസ്ബിയൻ ലൈഫിനെ കുറിച്ച്. അപ്പം അത് അഡ്രസ്സ് ചെയ്യാൻ നമുക്കിപ്പോൾ ഓക്കെയാണ്. പക്ഷേ ഈ ഗേ ലൈഫിനെ കുറിച്ച് മലയാളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് സംശയമാണ്. ചർച്ച ഇച്ചിരി ഒരു മടി കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിപ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊരു ഈ രാസമാറ്റമാണ് എന്നുണ്ടെങ്കിൽ പോലും അത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാം, നമുക്ക് ഇപ്പോഴും ചർച്ച ചെയ്യാൻ ഒരു അകലമുണ്ട്. അതുപോലെ അങ്ങനെയുള്ളതൊക്കെ ചർച്ച ചെയ്യണമെന്ന് മാത്രമല്ല, എന്താണോ ആവശ്യപ്പെടുന്നത് സമൂഹത്തിൻ്റെ മുഖ്യധാര നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏത് വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഉറപ്പായിട്ടും നമ്മുടെ സോൾ സ്റ്റോറീസിൻ്റെ ഭാഗം തന്നെയാവും നമ്മുടെ ആൺകഥകളും. പെണ്ണെന്നൊന്നും ആൺകഥകൾ ഉറപ്പായിട്ടും നമ്മൾ ചർച്ച ചെയ്യും. ഉറപ്പായിട്ടും നമുക്ക് അത്തരത്തിലുള്ള കഥകൾ പ്രതീക്ഷിക്കാം. നമ്മൾ ഇപ്പോഴ് സോൾ സ്റ്റോറീസിനെ സംസാരിച്ചു. എല്ലാ കഥകൾക്കും സോൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധായകനാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ പരസ്യ ചിത്രങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ പരസ്യ ചിത്രങ്ങളുടെ ഒരു ആത്മാവ്, അതിൻ്റെ ഒരു സത്യസന്ധത, ഈ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ആളുകളിലേക്ക് നോക്കുമ്പോൾ, നമ്മളിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവിടെ നിന്നാണ് കഥകൾ ഉണ്ടാകുന്നത്. അതാണ് സോൾ സ്റ്റോറി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പരസ്യചിത്രങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ പരസ്യചിത്രങ്ങളുടെ കഥകൾക്ക് എത്രത്തോളം സോൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ എത്രത്തോളം നമുക്ക് സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ശ്രീനു മാന്യമായിട്ട് പരസ്യത്തിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് ചോദിച്ചാൽ പോരെ? അതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കുമായിരുന്നല്ലേ? പരസ്യമല്ലേ, പരസ്യമായി പറയുന്നതിലൊക്കെ സത്യം വേണ്ടേ? വേണം. പരസ്യത്തിൽ സത്യമുണ്ട്, സത്യമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞപ്പോ അതിലെ നായകനും നായികയും പ്രോഡക്റ്റ് ആണല്ലോ, ആത്യന്തികമായി വിൽക്കണമല്ലോ, ബിരിയാണി അടിക്കണമല്ലോ പ്രോഡക്റ്റ് ഉണ്ടാക്കിയവർക്ക്. അങ്ങനെ വരുമ്പോൾ സത്യസന്ധത തീർച്ചയായിട്ടും ഉണ്ട്. നല്ലതാണ് പ്രോഡക്റ്റ്, അതിൻ്റെ ഏറ്റവും നല്ല പ്രസന്റേഷനാണ് പരസ്യത്തിൽ സംഭവിക്കുക. അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫൈഡ്, അതിൻ്റെ ഏറ്റവും നല്ല പ്രസന്റേഷൻ, അതാണ് പരസ്യത്തിൽ സംഭവിക്കുക. സത്യമല്ലാഴിക, സത്യമല്ല, സത്യം ഇല്ലാഴികയില്ല, അതാണ് സത്യം. സത്യമുണ്ട്, പക്ഷെ അതിൻ്റെ ഏറ്റവും നല്ല പ്രസന്റേഷനായിരിക്കും നമ്മൾ ചെയ്യുക. അത് എന്ന് പറയുന്നത് സത്യത്തിനും ഒക്കെ ഉള്ളൊരു ഇടനാഴിയിലായിരിക്കും അതുണ്ടാവുക. അല്ലാതെ അതിനെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പൂർണ്ണമായ സത്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ കള്ളമാണോ? അല്ല. അത്രയും സത്യസന്ധമായിട്ട് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ഇതിനൊക്കെ അപ്പുറത്ത് വേണമെങ്കിൽ ഒരു രസകരമായൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ബൈബിളിലെ മാതാപിതാക്കന്മാർ എന്ന് പറയുന്നത് ആദവുമാണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് രസകരമായ സംഭവമാണ് കേട്ടോ, ആ സെൻസിൽ എടുത്താൽ മതിയാവും. അന്ന് പിശാച് സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് ആ ഫലം കഴിക്കാനായിട്ട് ആദത്തോടും അവയോടും അവയോട് പറയുന്ന ആ സിറ്റുവേഷനിൽ ആ പിശാച് എടുത്ത ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതായിരിക്കും ആദ്യത്തെ പരസ്യം എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തമാശയാണ്. പരസ്യമായി പറയുന്നത് കൊണ്ട് തന്നെ പരസ്യത്തിൽ സത്യമുണ്ട്. നമ്മള് ഇതുവരെ കഥ പറച്ചിലുകളുടെ പല രീതികളെ പറ്റി സംസാരിച്ചു. പരസ്യചിത്രങ്ങളിൽ എങ്ങനെ കഥ പറയാം, കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കഥ പറയുന്ന പോലെ തന്നെ ബിഗ് സ്ക്രീനിൽ എങ്ങനെ കഥ പറയാം. അപ്പൊ ഇനി അങ്ങനെയുള്ള ഈ ഒരു കഥ പറച്ചിലുകളുടെ തുടർച്ചയായിട്ട് ഇനി അടുത്തായിട്ടുള്ള പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണെന്ന് അറിയാം. നിറയെ പ്രൊജക്റ്റുകളുണ്ട്. അഡ്വർടൈസ്മെന്റ് ഫിലിംസ് നിറച്ച് വർക്കുകൾ പോകുന്നുണ്ട്. എൻ്റെ ഓൺ കമ്പനി ടീം UTC
പ്രൊഡക്ഷനിൽ അഡ്വർടൈസ്മെന്റ്, നമ്മുടെ ബ്രാൻഡ് ബിൽഡിംഗ് പ്രോജക്റ്റുകൾ പോകുന്നുണ്ട്. അത് കൂടാതെ ഇപ്പം എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഓൺ പ്രൊഡക്ഷൻ, സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി, ഫിലിം മേക്കിംഗ് പ്രൊഡക്ഷൻ. ഫിലിം പ്രയോറി എന്ന് പറയുന്ന ബാനറാണ് ആദ്യമായിട്ട് ഈ ഷോർട്ട് സ്റ്റോറീസ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ലോഞ്ച് ചെയ്തത്. സന്തോഷമാണ്, സക്സസ് ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത സിനിമയും ഓൺ പ്രൊഡക്ഷൻ ആലോചനയിലാണ്. നല്ല കഥ, ഒരു നല്ല കഥ ആണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നല്ല പ്രൊജക്റ്റാണ്, ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്, പ്രത്യേകിച്ച് മലയാളത്തിൽ നമ്മളൊക്കെ സെലിബ്രേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റ്, ഒരു സെലിബ്രിറ്റിയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരിചയമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു സബ്ജക്റ്റ്. അതാണ് അടുത്ത സിനിമ ആലോചിക്കുന്നത്. അതിൻ്റെ ഒരു പണിപ്പുറയിലിരിക്കുകയാണ്, ബാക്കി പിന്നെ പറയാം. അല്ലേട്ടാ, നമ്മള് കഥകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ കഥകളെ കുറിച്ചുള്ള ഈ ചർച്ച അല്ലെങ്കിൽ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല. വളരെ നന്ദി, എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് വളരെ നന്ദി. നമസ്കാരം.